ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു DVR ആണ്. അതായത് ഹിക്വിഷൻ്റെ ഒരു 4 ചാനൽ DVR. ഇതിൽ ഹാർഡ് ഡിസ്ക് അതുപോലെ തന്നെ ക്യാമറയൊക്കെ കണക്ട് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഹാർഡ് ഡിസ്ക് 500 GB ഹാർഡ് ഡിസ്ക്കാണ്. അതാണ് ഞാനിതിൽ ഇടാൻ പോകുന്നത്, അതായത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു DVRൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് 500 GB ഹാർഡ് ഡിസ്ക്കാണ്. അതുപോലെ തന്നെ 2 MB ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ DVR. ഇത് വൈറ്റ് കളറാണ്. ഇത് 4 ചാനലാണ്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് 4 ചാനൽ. അതുപോലെ തന്നെ HDMI, അതുപോലെ തന്നെ VGA ഔട്ട്പുട്ടുണ്ട്, HDMI ഔട്ട്പുട്ടും ഈ ഒരു DVRലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഓഡിയോ, ക്യാമറേൻ്റെ കൂടെ തന്നെ അത് ഓഡിയോയും റെക്കോർഡാവും. അതായത് വീഡിയോ റെക്കോർഡാവണ കൂടെ തന്നെ ഓഡിയോയും റെക്കോർഡാവും. ഈ ഒരു DVRൻ്റെ കൂടെ ഉള്ളത് ഒരു മൗസും ഒരു അഡാപ്റ്ററുമാണ്. ഈ അഡാപ്റ്റർ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു DVRലേക്ക് നമുക്ക് പവർ കൊടുക്കാനുള്ള ഒരു അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഈ ഒരു DVRൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു യൂസർ മാനുവലാണ് ഈ ഒരു ബോക്സിലുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു DVRൽ നമ്മൾ ഹാർഡ് ഡിസ്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 500 GB ഹാർഡ് ഡിസ്ക്കാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 500 GB ഹാർഡ് ഡിസ്ക്കാണ് ഈ ഒരു DVRൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് 2 GB 4 GB എത്ര വേണമെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാം ഇതിൽ. അപ്പോൾ എനിക്ക് 500 GB ആവശ്യമേ. അപ്പോൾ ഇത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മദർ ബോർഡാണ് ഉണ്ടാവുക. ഹാർഡ് ഡിസ്ക് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം. ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്തിട്ട് അതിൽ കാണുന്ന ആ ഒരു സാറ്റ് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പവർ, അതായത് ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പവറും കൂടി ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കാനുള്ള 2 വയറാണ് അതിലുള്ളത്. ഹാർഡ് ഡിസ്ക് നമ്മൾ ഈ ഒരു DVRൽ വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ സ്ക്രൂ ചെയ്യണം. അതായത് 4 സ്ക്രൂ ഈ ഒരു ബോക്സിലുണ്ടാവും. അതായത് DVRൻ്റെ ബോക്സിലുണ്ടാവും. ഇത് ടൈറ്റ് ചെയ്യാനുള്ള സ്ക്രൂ 4 ഉണ്ടാവും. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ പവർ കണക്ട് ചെയ്തു. ഇത് സാറ്റാണ്. സാറ്റും കറക്റ്റായിട്ട് തന്നെ അതിൽ കറക്റ്റ് പിൻ ചെയ്ത് വെക്കണം. അതായത് കുറച്ച് ലൂസായി നിന്നിരുന്ന് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് വർക്കാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മളത് ചെയ്യണം. എന്നിട്ട് നമ്മളിത് അടക്കണം. ഇത് സെറ്റ് ചെയ്യാൻ അറിയാത്തവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അറിയണവർ കയറിയിട്ട് ഞാൻ ചെയ്ത ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് കയറിയിട്ട് കമൻറ്റ് ഇടണ്ട. ഇത് അറിയാത്തവർക്കുള്ളതാണ് ഇത് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ക്യാമറ, അതായത് 2 MB ക്യാമറയാണ് ഈ ഒരു ക്യാമറ. ഇത് നമുക്ക് കളറിൽ ആയിരിക്കും പകൽ ഇത് കാണുക. അതായത് നൈറ്റിൽ ഇത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുമാണ് ഇതിൽ റെക്കോർഡാവുക. നമുക്ക് ഡിസ്പ്ലേയിൽ തെളിയുകയും ചെയ്യുക ഈ ഒരു ക്യാമറ. അപ്പോൾ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലേക്കൊരു പവർ കൊടുക്കണം. അതിന് SMPS ആണ്, അതായത് 4 ക്യാമറയ്ക്ക് പവർ കൊടുക്കാനുള്ള SMPS ആണ് ഉള്ളത്. ഇതാണ് SMPS. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു SMPS ആണ്, അതായത് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള SMPS ആണിത്. നമുക്ക് 150 മീറ്റർ ദൂരമൊക്കെ ക്യാമറ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഈ ഒരു SMPSൽ നമുക്ക് എക്സ്ട്രാ ലോങ് എന്നുള്ള അല്ലെങ്കിൽ ലോങ് എന്നുള്ള സ്വിച്ച് ഉണ്ട്, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതായത് ദൂരോട്ട് ക്യാമറ വെക്കണമെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കൊന്നമരം ഞാൻ TVയിൽ കാണിച്ചിട്ട് ഈ ക്യാമറയിൽ പിടിച്ചിട്ട് ഇതിലുണ്ടോ, ഇതാണ് TVയിൽ ഇപ്പോൾ ആ കൊന്നമരം കാണുന്നത്, കൊന്നപ്പൂ കാണുന്നത്. അപ്പോൾ ഇതുപോലെ CCTV സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവരെ വിളിച്ചാൽ മതി, അവർ വന്ന് സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ DVRോ SMPSോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, അവർ അയച്ചു തരും. ഇനി CCTV മൊത്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്.